മലേഷ്യ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചെത്തുന്നവരുള്ള ബഡ്ജറ്റ് ഹോളിഡേസിന്റെ ഒരു കിടിലൻ പാക്കേജ് ഉണ്ടല്ലോ. രാത്രി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി രാവിലെ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കോലലംപൂർ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ബസ് വരും നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അതിലൊരു ഗൈഡും ഉണ്ടാവും. കാരണം നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പാക്കേജിലാട്ടോ പോയത്, അതുകൊണ്ടാണ് ബസ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പിന്നെ കുറച്ച് സൈറ്റ് സീയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാനായിരിക്കും. പ്രത്യേകിച്ച് മലയാളി ഹോട്ടൽ ആയതുകൊണ്ട് ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൂമൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി റൂമാട്ടോ അവർ നമുക്ക് വേണ്ടി സെറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ നേരെ അവർ കൊണ്ടുവന്നൊരു ചൈന ടെമ്പിളിലേക്കാണ്. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടാവും. അതിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസിങ് അങ്ങനെ ചെയ്യാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി രണ്ടാമത്തെ ദിവസം രാവിലെ വീണ്ടും നമ്മൾ പോവാണ്. അതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ ബസ് വരും. ബസ്സിൽ കയറിയിട്ട് പിന്നെ നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഒരു വാച്ചിൻ്റെ ഒക്കെ ഫാക്ടറിയിലേക്കായിരിക്കും. അതിനുശേഷം നമ്മൾ കൊണ്ടുപോകുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മുരുകൻ ടെമ്പിളിലേക്കാണ് കേട്ടോ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് കേബിൾ കാറിൽ കയറാനാണ്. അങ്ങനെ കേബിൾ കാർ കയറി നമ്മൾ മുകളിൽ എത്തിയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന അവിടെ നിന്നായിരിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് റൂമിലെത്തും. റൂമിലെത്തിയതിനു ശേഷം നമുക്ക് ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിൽ പോകാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 10 മീറ്ററേ ഉള്ളൂ നമ്മുടെ ടിൻ ടവറിലേക്ക്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളിതാ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ഇവർ നമ്മളെ കൊണ്ടുപോകുന്ന ഓരോ സ്ഥലങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ പോരുന്ന ബസ്സിൽ തന്നെ ഇവർ നമുക്ക് പറഞ്ഞു തരും. മൂന്നാമത്തെ ദിവസം നമുക്ക് അധികം കുറച്ച് സ്ഥലങ്ങൾ ഇവർ കാണിച്ചിരുന്നു നമുക്ക്. അങ്ങനെ നമ്മളിതാ അവിടെ നേരെ പോകുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫാക്ടറിയിലേക്കായിരിക്കും. അവിടെ എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചു തരും. ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വിൻറ്റേജ് കാർസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഫുഡ് കഴിക്കാനാണ് പോവുക. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് KL ടവറിലേക്കാണ്. KL ടവർ അടിപൊളിയായിരുന്നു. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യ സിറ്റി കംപ്ലീറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നത് ഒരു അണ്ടർ വാട്ടർ ടണലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിതാ റൂമിൽ വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി നേരെ പോകും. അതായത് നമ്മൾ ആദ്യം വന്ന ആ ഒരു മലയാളി ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു അടിപൊളി മന്തി എല്ലാം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്കാണ് പോവുക. റൂമിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. ആ ഒരു പൂൾ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ദിവസം ആകുമ്പോൾ ഉച്ച 12 മണി വരെ നമ്മൾ എവിടെയും പോകുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വേണമെങ്കിൽ നമുക്ക് റൂമിൽ വന്നിരിക്കാം. അല്ലെങ്കിൽ ഇതാ ഏറ്റവും ടോപ്പിൽ പറഞ്ഞ ഇൻഫിനിറ്റി പൂളിൽ പോയിട്ട് ഇതുപോലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നീന്തി കുളിക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ബസ് വന്നിട്ടുണ്ടാവും. ബസ്സിൽ കയറി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിരിക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ പോകുന്നത് പർച്ചേസിങ്ങിനാണ്. കാരണം ലാസ്റ്റ് ദിവസമാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് ഒരു മാളിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. നല്ല ഓഫേഴ്സ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മുടെ ഗൈഡ് മാലദ്വീപം എല്ലാവരും യാത്രയ്ക്ക് തിരിച്ചുപോയി. അങ്ങനെ നമ്മളിതാ ബോർഡിംഗ് പാസ് എല്ലാം എടുത്ത് ഉള്ളിൽ കയറി ഫുഡ് നമ്മൾ അന്നത്തെ ഫുഡ് നമ്മൾ പേ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ നാട്ടിൽ കൊച്ചിയിലിറങ്ങും. ഇതാണ് ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. ഇതുപോലെ മലേഷ്യ മാത്രമല്ല തായ്ലാൻഡ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരു പാക്കേജ് അടിപൊളി പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കയറി കോൺടാക്ട് ചെയ്താൽ മതി.